Meet the editors. നമ്മൾ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ ഡോക്ടർ അരുൺ ഇന്ന് കട്ടപ്പനയിൽ നിന്നാണ് നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ഉണ്ണി ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ഈ ഭരണഘടന എന്ന വിഷയത്തിൽ ഇപ്പോൾ 2 ദിവസമായി പ്രധാനമന്ത്രി നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളിലൊക്കെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. തന്ത്രം മാറ്റിയോ? നോക്കൂ സ്മൃതി, 2 ദിവസം കഴിഞ്ഞാൽ 18ാം ലോക്സഭയിലേക്കുള്ള 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. മറ്റന്നാൾ നിശബ്ദ പ്രചരണമാണ്. നാളെ പ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. ജൂൺ 1-ാം തീയതി വരെ ഏതാണ്ട് 1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന 7 ഘട്ടങ്ങളിലായിട്ടുള്ള വോട്ടെടുപ്പിന് ശേഷം ജൂൺ 4-ാം തീയതി ഇന്ത്യ ആര് ഭരിക്കും എന്ന് നമുക്കറിയാൻ കഴിയും. ഈ 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഈ വോട്ടെടുപ്പ് പ്രക്രിയയിലുടനീളം BJPക്കും നരേന്ദ്രമോദിക്കും നിരന്തരം അവരുടെ തന്ത്രങ്ങൾ മാറ്റേണ്ടി വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വികസിച്ചു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യം, 2024 ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏകപക്ഷീയമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിട്ടില്ല. കാരണം 2014-ലും 2019-ലും സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ഒറ്റ ഫാക്ടറാണ് 2014-ലുണ്ടായിരുന്നത്, അത് മോദി ഫാക്ടറായിരുന്നു. മോദി എന്ന് പറയുന്ന വലിയൊരു ബിംബം രൂപപ്പെട്ടു വരികയും ആ ബിംബത്തെ പൂർണ്ണമായും പിന്തുടർന്നുകൊണ്ടിരി വരുന്ന ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ 2014-ൽ മോദി എന്ന് പറയുന്ന ഒറ്റ ഇമേജിൽ BJP സിംഗിൾ പാർട്ടി മെജോറിറ്റി നേടുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒറ്റ ഫാക്ടറാണ് 2014-ൽ വർക്ക് ചെയ്തത്. 2019-ൽ നമുക്കറിയുന്നത് പോലെ പുൽവാമ എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടർ വർക്ക് ചെയ്തു. അപ്പോൾ 2014-ലും 2019-ലും ഏകപക്ഷീയമായി BJP വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു. എന്നാൽ 2024-ൽ അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല. ഒരു സിംഗിൾ ഫാക്ടറിലല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് മാത്രവുമല്ല, 2014-ലെയും 2019-ലെയും സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഗൗരവത്തിലൂടെ കണക്കിലെടുക്കുന്നൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞ എന്താണ്, കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്രയേറെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് BJP അവസാനത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഓരോ നേതാക്കളും പ്രസംഗിച്ചത്. ഏറ്റവും ഒടുവിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി പറഞ്ഞത് 400 സീറ്റുകളുമായി ഞങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണ് എന്നാണ്. എന്തായിരുന്നു അതിൻ്റെ കാരണം? കൃത്യമായൊരു പ്രോജക്റ്റ് BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാനം നടന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, വടക്കേ ഇന്ത്യയിൽ നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അത്ഭുതകരമായ വിജയമാണ് BJPക്ക് ഉണ്ടായത്. അവിടെ കോൺഗ്രസ് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്, ഭരണം നിലനിർത്തും എന്ന് പറഞ്ഞ സംസ്ഥാനമായിരുന്നു ഛത്തീസ്ഗഡ്. രാജസ്ഥാനിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ കോൺഗ്രസ് കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇതൊന്നും സംഭവിച്ചില്ല. എന്ന് മാത്രവുമല്ല, ആ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയോടുകൂടി ഏതാണ്ട് ഭാരത് ജോഡോ യാത്രയുടെ ഒളി മങ്ങി എന്ന് തന്നെ പറയാം. അതുമാത്രവുമല്ല, ആ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഇന്ത്യ മുന്നണി ഭിന്നിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ഭിന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നിതീഷ് കുമാർ ചേരി മാറുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ 2024 വീണ്ടും BJP ഏകപക്ഷീയമായി വിജയിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുളവാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള BJPയുടെ എല്ലാ പ്രോജക്റ്റുകളും നമുക്കറിയാം. ജനുവരി മാസം തന്നെ നോക്കൂ, തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദി വ്രതമെടുത്തു തുടങ്ങുന്നു. എന്തിനാണ്? അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനും ആ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുവാനും വേണ്ടി വ്രതമെടുക്കുക മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രധാനപ്പെട്ട വിവിധ ക്ഷേത്രങ്ങൾ സഞ്ചരിച്ചൊക്കെ പോയിട്ട് ഒരു തീർത്ഥാടകനായി മാറുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടത്. എന്നിട്ട് ജനുവരിയിൽ ഈ പറയുന്ന അയോധ്യ ഉദ്ഘാടനം ചെയ്യുന്നു. അവിടെയും അത് അവസാനിച്ചില്ലല്ലോ. അതിനുശേഷം അടുത്ത ബോംബ് BJP പൊട്ടിക്കുന്നു. എന്താണ്? വനിതാ സംവരണ ബില്ല് പൊട്ടിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയത്തൊന്നും തന്നെ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഭിന്നത രൂക്ഷമാവുകയാണ് ചെയ്തത്. അതായത് പ്രതിപക്ഷം ഒരു ഐക്യം രൂപപ്പെടുത്തുന്നു എന്ന തോന്നൽ പോലും നമുക്കുണ്ടാകുന്നില്ല. BJP ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു. അതിനനുസരിച്ച് അവർ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. 400 സീറ്റ് ഉറപ്പാക്കുന്നു മോഡിയും BJPയും. പക്ഷേ നോക്കൂ, അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ പല തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 10 വർഷം പൂർത്തിയാക്കുമ്പോൾ BJP സർക്കാരിനെതിരായിട്ട്, മോഡി സർക്കാരിനെതിരായിട്ട് ഒരു ആൻറ്റി ഇൻകംബൻസി വേവ് ഉണ്ട്. ഞാനിതിനെ താരതമ്യപ്പെടുത്തുന്നത് 2004-മായി ബന്ധപ്പെട്ടാണ്. 2004-ൽ കോൺഗ്രസ് ദൃശ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. 1998-ൽ അധികാരത്തിൽ വന്ന വാജ്പേയി മന്ത്രിസഭ 2004 പൂർത്തിയാക്കുമ്പോൾ ഏകപക്ഷീയമായി വീണ്ടും വാജ്പേയി വിജയിച്ചു വരും എന്ന്
തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു എന്നായിരുന്നു BJPയുടെ മുദ്രാവാക്യം. പക്ഷേ എന്താ സംഭവിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് കോൺഗ്രസ് വിജയിച്ചു വരികയും പിന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UPA മുന്നണി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അതിന് സമാനമായൊരു സാഹചര്യം. ഞാൻ പറയുന്നത് BJP ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വരില്ല എന്നല്ല. പക്ഷേ ഏകപക്ഷീയമായൊരു തിരഞ്ഞെടുപ്പ് ആയിരിക്കില്ല ഇപ്പോൾ ഈ 19-ാം തീയതി മുതൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ വീട്ടുചെലവുകൾ ഇരട്ടിയിലധികം വർദ്ധിച്ചു എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ദേശീയ സാമ്പിൾ സർവേ വകുപ്പാണ്. സർക്കാരിൻ്റെ തന്നെ ഒരു വകുപ്പാണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, രാജ്യത്തെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ 2 പ്രശ്നങ്ങൾ, അതുപോലെ തന്നെയാണ് കാർഷിക പ്രതിസന്ധി. കേട്ടോ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും കർഷകരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, കർഷക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ഈ വിഷയങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഉന്നയിക്കാൻ കാരണം, നമ്മൾ 2 ദിവസം മുമ്പ് ഹിന്ദുവിൻ്റെ ഒരു പ്രീപോൾ സർവേ കണ്ടല്ലോ. അത് ലോക്നീതി CSDSൻ്റെ സർവേയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള സർവേ ആയിട്ടാണ് നമ്മൾ ഈ CSDSൻ്റെ സർവേ കാണുന്നത്. ആ സർവേയുടെ ഫലങ്ങളല്ല, മറിച്ച് ഞാൻ ആ സർവേ പരിശോധിച്ചപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും വരിക എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് അന്വേഷിച്ചത്. അവിടെ നോക്കൂ, അയോധ്യ എന്ന പ്രശ്നം 8% പേർക്ക് മാത്രമാണ് വിഷയമായിരിക്കുന്നത്. ഹിന്ദുത്വ അജണ്ട, ഈ പറയുന്ന BJP സർക്കാർ, മോഡി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ അജണ്ട, അത് ഞാൻ ഈ പറയുന്നത് ഈ പാർലമെൻറ്റിലെ ചെങ്കോൾ സ്ഥാപിക്കുന്നത് അടക്കമുള്ള ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുന്ന, അതേപോലെ തന്നെ CAA അടക്കമുള്ള നിയമങ്ങൾ, ഏക സിവിൽ കോഡ് അടക്കമുള്ള, അതാണ് ഈ ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ടയെ പിന്തുണയ്ക്കുന്നത് കേവലം 2% മാത്രമാണ്. ഈ സർവേ വലിയ വിശ്വാസ്യതയോട് ഞാൻ സ്വീകരിക്കാൻ കാരണം, ജനകീയമായ പ്രശ്നങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾ ഈ സർവേയിൽ എടുത്തു പറയുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ സൂചിപ്പിച്ച വിലക്കയറ്റം ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നു, തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നു, കാർഷിക പ്രതിസന്ധി ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഹിന്ദു OBC വിഭാഗങ്ങളിൽ 65% തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ആ സാമൂഹ്യ വിഭാഗത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഹിന്ദു OBC വിഭാഗമാണ്, അതൊരു വലിയ വോട്ട് ബാങ്കാണ്. ഈ പറയുന്ന നരേന്ദ്രമോദി തന്നെ താനൊരു ഹിന്ദു OBC ആണെന്നാണല്ലോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ OBC വിഭാഗത്തിൻ്റെ 63% ആളുകളും തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമായിട്ട് അഭിമുഖീകരിക്കുന്നു. അതേപോലെ തന്നെ ഹിന്ദു SC ST വിഭാഗങ്ങൾ, അവർ തൊഴിലില്ലായ്മയെ 58% ആളുകൾ തൊഴിലില്ലായ്മ വലിയ രീതിയിൽ അനുഭവിക്കുന്നു. അതേപോലെ തന്നെയാണ് വിലക്കയറ്റത്തിൻ്റെ പ്രശ്നവും. വിലക്കയറ്റം മധ്യവർത്തി വിഭാഗത്തിനിടയിലും, അതായത് ഇടത്തരക്കാർക്കിടയിലും, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കിടയിലും വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോക്കൽ ഇൻകംബൻസി ഈ പറയുന്ന ഈ വിജയിച്ചു പോയ MPമാരോടുള്ള എതിർവികാരം, അത് 101 പേർക്കാണ് ഇപ്രാവശ്യം സിറ്റിംഗ് MPമാർക്ക് BJP നിഷേധിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്കെതിരായിട്ടുള്ളൊരു വികാരം നിലനിൽക്കുന്നു പ്രാദേശികമായി എന്നുള്ളതാണ്. നോക്കൂ, 2014 നിന്നും 2019 നിന്നും 2024 തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പഴയൊരു തെരഞ്ഞെടുപ്പ് സ്വഭാവത്തിലേക്ക്, ഒരു നോർമൽസിയിലേക്ക് ഈ നമ്മുടെ തിരഞ്ഞെടുപ്പ് തിരിച്ചെത്തിയിരിക്കുന്നതാണ്. വൈകാരികമായി ആളുകളെ ഉണർത്തിവിടാൻ സാധ്യമായ വിഷയങ്ങളൊക്കെ 14-ലും 19-ലും BJP ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് BJP. അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ ഭൂരിപക്ഷത്തിൽ ഏക പാർട്ടി എന്നുള്ള നിലയ്ക്ക് അധികാരത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള വികാരങ്ങൾ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രവും CAA പോലുള്ള വിഷയങ്ങളും ഏക സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം അത്ര രൂക്ഷമായ ജീവിത പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നുള്ളതാണ്. എപ്പോഴും ഇന്ത്യയിലെ വോട്ടർമാരെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ വോട്ടർമാരെ, ഞാൻ ഈ 1999-ലും 2004-ലും 2009-ലും ലോക്സഭാ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ എനിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, വൈകാരികമായി ആളുകളെ കൂട്ടാൻ എളുപ്പമാണ് വടക്കേ ഇന്ത്യയിൽ. പക്ഷേ ഈ വികാരം എന്ന് പറയുന്നത് ഇപ്പോഴും മതം തന്നെ ആകണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 1977 ഇന്ദിരാഗാന്ധിയെ പുറത്താക്കുന്നത് വൈകാരികമായി തന്നെയാണ്. പക്ഷേ അത് എന്താണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു വികാരമാണ്. അതേപോലെ തന്നെയാണ് 89-ൽ രാജീവ് ഗാന്ധിയെ പുറത്താക്കുന്നത്. രാജീവ് ഗാന്ധിയെ പുറത്താക്കുന്നത് എന്തുകൊണ്ടാണ്? ബഫേഴ്സ് എന്ന് പറയുന്ന ഒരു അഴിമതി പ്രശ്നം വന്നു. അഴിമതി ഒരു വികാരമായിട്ട് അവർ ഏറ്റെടുക്കുകയും അങ്ങനെ VP സിംഗ് അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. 91-ൽ വന്ന നരസിംഹറാവു സർക്കാർ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കണ്ണടച്ചു നിന്ന സർക്കാരാണ്. അതിനുശേഷം ജനങ്ങളുടെ വിധി എന്താ? 96-ൽ ഐക്യമുന്നണി സർക്കാരാണ് ഉണ്ടാകുന്നത്. ദേവഗൗഡയുടെ നേതൃത്വത്തിലാണ് സർക്കാർ ഉണ്ടാകുന്നത്. BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അതേപോലെ തന്നെയാണ് 2004 വലിയ വികസനത്തിൻ്റെ സർക്കാർ എന്ന് പറഞ്ഞു വന്നു, ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ചു, വാജ്പേയി പരാജയപ്പെട്ടു. അപ്പോൾ ഈ രീതിയിലൊക്കെ വളരെ ബുദ്ധിപൂർവ്വം അവരുടെ സമ്മതിദാന അവകാശം പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ തെറ്റിയിട്ടുണ്ട്. വൈകാരികമായ ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ 2014-ലും 2019-ലും അവർ വോട്ട് ചെയ്തിട്ടുണ്ട് BJPക്ക്
അനുകൂലമായിട്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ആ വൈകാരിക അന്തരീക്ഷത്തിനപ്പുറം അവരുടെ വികാരം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയായിരിക്കുന്നു, വിലക്കയറ്റമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 2024 BJP അങ്ങ് തകർന്നു തരിപ്പണമാകുമെന്നല്ല, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നല്ല. പക്ഷേ കഴിഞ്ഞ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയും നരേന്ദ്രമോദിയും രൂപപ്പെടുത്തിയ ഒരു നറേറ്റീവുണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് 400 സീറ്റുമായിട്ട് ഞങ്ങളിങ്ങനെ അധികാരത്തിൽ വരാൻ പോവുകയാണ്, ഇവിടെ ഇനിയിപ്പോൾ ആരുമില്ല, ഞങ്ങളിങ്ങനെ അധികാരത്തിൽ വന്നിട്ട് ഈ ഭരണഘടന, അതാണല്ലോ ഈ പറഞ്ഞ കണക്ക് ഭരണഘടനയൊക്കെ നമുക്കിപ്പോൾ ഒരു വിഷയമായിട്ട് വരുന്നത്, മാറ്റി എഴുതാൻ പാകത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ അവർ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി രാഷ്ട്രീയം സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ കണ്ട ജനതയുണ്ടല്ലോ, ഈ അതായത് നരേന്ദ്രമോദി ഇന്ന് ഗയയിലാണ്, ബീഹാറിലാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഭരണഘടന പിന്നെ ആര് വിചാരിച്ചാലും മാറ്റി എഴുതാൻ കഴിയില്ല എന്ന്. ആരെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്? ഗയയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ്. അത് ഏതെങ്കിലും ഒരു മെട്രോ നഗരത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു സെമിനാറിൽ ഈ പറയുന്ന എലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഈ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. മറിച്ച് സാധാരണക്കാരുടെ മുമ്പിൽ പോയിട്ട് ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ചു. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ OBC വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 10-70% ആളുകളുണ്ട്. അവരുടെ ഒരു ജീവിത പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ സംവരണം എന്ന് പറയുന്ന വിഷയത്തിൽ വലിയ ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് BJP അധികാരത്തിൽ തുടർന്നാൽ ഈ സനാതനധർമ്മത്തെക്കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പം ഒരു കുറച്ച് സമയത്തേക്ക് ആ വികാരം നിലനിർത്താൻ പറ്റും, ഹിന്ദു വികാരം നിലനിർത്താൻ പറ്റും. പക്ഷേ ആ ഹിന്ദു ഫോൾഡിനകത്ത് ഈ സവർണ വിഭാഗങ്ങളുടെ അടിച്ചമർത്തലിന് വിധേയമാകുന്ന വലിയൊരു ജനത അപ്പുറത്ത് നിൽപ്പുണ്ട്. ആ വിഭാഗം ചെറിയൊരു വോട്ട് ബാങ്ക് അല്ല. അതുകൊണ്ട് ഈ ഭരണഘടന ഇനി ഇവർ വീണ്ടും അധികാരത്തിൽ വന്ന് ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഈ സവർണരുടെ ആധിപത്യത്തിലേക്ക് തങ്ങൾ വീണ്ടും തള്ളപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക രൂപപ്പെട്ട് വന്നിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അതവരുടെ ജീവിത പ്രശ്നമാണെന്നേ. ആ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദി ബുദ്ധിപൂർവ്വം ഇപ്പോൾ ഭരണഘടന ഞങ്ങൾ മാറ്റത്തില്ല, അതിപ്പം അംബേദ്കർ വന്നാലും മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉറപ്പ് നൽകുന്നത് സാധാരണക്കാരായിട്ടുള്ള റിക്ഷാക്കാരായിട്ടുള്ള ഈ പറഞ്ഞ കൂലിപ്പണിക്ക് പോകുന്ന, ഈ കൃഷിപ്പണിക്ക് പോകുന്ന ഒക്കെ സാധാരണ ജനങ്ങളെയാണ് നിങ്ങൾ അവിടെ കണ്ടിട്ടുള്ളത്. അവരുടെ മുമ്പിൽ നിന്നിട്ടാണ് ഭരണഘടനയെ ഞാൻ സംരക്ഷിക്കുമെന്ന് മോഡിക്ക് പറയേണ്ടി വരുന്നത്. അത് ഈ പറയുന്ന സംവരണം അടക്കമുള്ള പ്രശ്നങ്ങളിനകത്ത് സനാതനധർമ്മികളെല്ലാവരും കൂടി ചേർന്ന്, സനാതനികളാണ് കേട്ടോ 90% ഈ ഭരണഘടന എഴുതാൻ സഹായിച്ചെന്നൊരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. എന്ന് മാത്രമല്ല ഈ ഭഗവത്ഗീതയും രാമായണവും പോലെയാണ്, ഞങ്ങൾക്ക് സേക്രഡാണ്, വിശുദ്ധമാണ് ഈ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരിക്കില്ല. ജനങ്ങളെ ബാധിക്കുന്ന നിത്യജീവിത പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ആളുകൾ അവരുടെ അഭിപ്രായ രൂപീകരണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളവും NDAയെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരിക്കില്ല. ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ആ ഫൈറ്റിൽ നേരിയ ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ചു വരാൻ തന്നെയാണ് സാധ്യത. അത് തന്നെയാണ് എല്ലാ സർവേകളും പറയുന്നത്. പക്ഷേ ഈ പറയുന്ന 400 സീറ്റ് എന്നൊക്കെ പറയുന്നത് തെറ്റായൊരു പ്രചരണമാണ്. 300 സീറ്റ് പോലും കടക്കാൻ സാധ്യതയില്ല. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് പോലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ആ പാർട്ടിയുടെ ആഭ്യന്തര സർവേ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർ വലിയ അങ്കലാപ്പിലാണ്. ആ അർത്ഥത്തിൽ ഓരോ ദിവസവും സ്മൃതി നമ്മൾ കാത്തിരുന്നുകൊള്ളൂ. ഓരോ ദിവസവും ഓരോ പുതിയ വിഷയവുമായിട്ട് നരേന്ദ്രമോദി ഇനി പ്രത്യക്ഷപ്പെടും, പുതിയ തന്ത്രങ്ങളുമായി വരും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വൈകാരികമായി ഹിന്ദുത്വ വികാരത്തെ ഉണർത്തിവിടാൻ പറ്റുന്ന ഒന്നും തന്നെ അവരുടെ ആവനാഴിയിൽ അവശേഷിക്കാത്തതുകൊണ്ട് ജീവൽഗന്ധിയായ പ്രശ്നങ്ങളിൽ ഇനി അഭിപ്രായം പറഞ്ഞു തുടങ്ങേണ്ടി വരും. അതിൻ്റെ ആദ്യത്തെ ഒരു ചുവടുവെപ്പാണ് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇന്നത്തെ മോഡിയുടെ പ്രസംഗം എന്നാണ് ഞാൻ കരുതുന്നത്. ശരിക്കും ഡോക്ടർ അരുൺ, ഭരണഘടനയിലെ തന്ത്രം മാറ്റിയോ? എന്താണ് തോന്നുന്നത്? ഭരണഘടനയിലെ തന്ത്രം മാറ്റിയില്ല എന്നാണ് എൻ്റെ നിലപാട്. ഞാനത് വിശദീകരിക്കാം. ഈ തിരഞ്ഞെടുപ്പിനെ ഞാൻ നിർവചിക്കുന്നത് ഒരു ഹിന്ദുത്വ ആശയത്തിന് കീഴ്പ്പെട്ടുപോയ പ്രജയും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ജനാധിപത്യ അവകാശത്തിനു വേണ്ടി പൊരുതുന്ന ഒരു പൗരനും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ്. അവർ തമ്മിലുള്ള മത്സരമാണിത്. അതിവേഗം ഒരു പ്രജയാവാൻ വേണ്ടി ഒരു കൂട്ടർ മത്സരിക്കുന്നു. ഹിന്ദുത്വ ആശയങ്ങളുടെ ആവേശത്തിൽ പ്രജയായി തീരാൻ ആഗ്രഹിക്കുന്നവരും, മറുഭാഗത്ത് ഭരണഘടനാ മൂല്യങ്ങളിൽ, ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളിൽ, തുല്യതയിൽ, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൽ, സാമൂഹ്യ നീതിയിൽ, അതുറപ്പ് നൽകുന്ന മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അന്തസ്സിൽ ആഘോഷിക്കുന്ന പൗരനും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇതിലേതാണ് വിജയിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അങ്ങനെ വരുമ്പോൾ കാലങ്ങളായി BJP ഭരണഘടനയുമായി എടുത്തിരിക്കുന്ന നിലപാടിൽ ഒരു മാറ്റവും ഇപ്പോൾ വരുത്തിയിട്ടില്ല എന്നത് വ്യക്തമാക്കാൻ കഴിയും. എങ്ങനെയാണ്? ഒരു ദ്വിമുഖ തന്ത്രമാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് എല്ലാ കാലത്തും ഇന്ത്യയുടെ ഭരണഘടനയുമായി ഉണ്ടായിരുന്നത്. ഈ ദ്വിമുഖം എന്ന് പറയുമ്പോൾ അതിലൊന്ന് BJPയുടെ RSS ഔട്ട്ഫിറ്റുകൾക്ക് ഒരു നിലപാടും, ആ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറയാതെ തന്നെ എന്നാൽ ഭരണഘടനയെ തങ്ങൾ മാറ്റുന്നില്ല എന്ന നിലപാടിൽ ഒരേ സമയം ഉറച്ചു നിൽക്കുകയും ഭരണഘടനയുടെ ഘടന മാറ്റാതെ ഭരണത്തിൻ്റെ ഘടന മാറ്റുന്നത് വഴി
ഭരണഘടനയെ പൂർണ്ണമായും റദ്ദു ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന BJP സർക്കാരുമാണ്. ഇത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യ വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് സംഘപരിവാറിൻ്റെ RSS ഔട്ട്ഫിറ്റുകളും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഫ്രിഞ്ച് എലമെൻറ്റുകളും ഭരണഘടനയെ കണ്ടിരുന്നത്? ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന 1946 നവംബർ മാസം 26-ാം തീയതിക്ക് ശേഷം 3 ദിവസം കഴിഞ്ഞ് ഓർഗനൈസർ അതിൻ്റെ മുഖപത്രത്തിൽ എഴുതുന്നുണ്ട്. 1946 നവംബർ മാസം 30-ാം തീയതി എഴുതുന്നത് ഇപ്രകാരമാണ്: ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ പാരമ്പര്യ ആശയങ്ങളിൽ ഊന്നിയിട്ടുള്ളതല്ല, പകരം അത് പൂർണ്ണമായും പാശ്ചാത്യ ആശയങ്ങൾ നിറച്ചിരിക്കുന്നതും ലോകമെമ്പാടും ആദരവ് പറ്റുന്ന മനുസ്മൃതിയെ പോലെയുള്ള ആശയങ്ങൾ പിൻപറ്റാത്തതുമായൊരു ഭരണഘടനയായതിനാൽ അത് പൂർണ്ണമായും ഇന്ത്യയുടെ പാരമ്പര്യത്തെയോ സംസ്കാരത്തെയോ അംഗീകരിച്ചുകൊണ്ടല്ല ഭരണഘടന നിലനിൽക്കുന്നത്. ഇതാണ് ഈ ഓർഗനൈസർ മുഖപത്രത്തിൽ എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഒട്ടുമേ ഇന്ത്യൻ അല്ലെന്നും അത് പൂർണ്ണമായും പാശ്ചാത്യ ആശയങ്ങൾ കുത്തിനിറച്ചതാണെന്നും ഓർഗനൈസർ മുഖപത്രം എഴുതുന്നത് 1949 നവംബർ മാസം 30-ാം തീയതിയാണ്. ഭരണഘടന അഡോപ്റ്റ് ചെയ്തതിനു ശേഷം അന്ന് മുതൽ തുടങ്ങിയതാണ് RSS ഈ ഭരണഘടനയെ തള്ളിപ്പറയാനും ഭരണഘടനയെ മാറ്റി എഴുതാനുമുള്ള അവരുടെ സൈദ്ധാന്തിക ശ്രമങ്ങൾ. പിന്നീട് നമ്മൾ ഒരു വലിയ മാറ്റം കാണുന്നത് പ്രകടമായി നിരവധി RSSന്റെ ഈ ഓർഗനൈസറിൽ നിരന്തരം ഭരണഘടനയെ കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നു. മനുസ്മൃതി കാണുന്നില്ല, നീതിസാരം കാണുന്നില്ല, പേർഷ്യൻ കാലഘട്ടത്തിന് മുമ്പ് വന്ന സ്പാർട്ടയ്ക്ക് മുമ്പ് വന്ന മനുസ്മൃതി എന്തുകൊണ്ടാണ് ഭരണഘടനയിൽ ഇല്ലാതെ പോയത്? ഭരണഘടനയെ നിർമ്മിച്ച നിർമ്മാണ സഭയിലെ വിദഗ്ധന്മാർക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ലേ മനുസ്മൃതിക്ക്? തുടങ്ങിയ വൈകാരികമായ ചോദ്യങ്ങൾ RSS എന്നും ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് 1998-ലാണ് ഭരണഘടനയെ മാറ്റി എഴുതാനുള്ളൊരു സംഘടിത ശ്രമം ഉണ്ടാവുന്നത്. അന്ന് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ തീരുമാനിക്കുന്നു. വെങ്കടചെല്ലയ്യ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് പക്ഷേ വലിയ എതിർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാസ്സാക്കാൻ കഴിയാതെ വരുന്നു. പിന്നീട് 2000-ൽ RSSന്റെ ചീഫായി K. സുദർശൻ വരുമ്പോഴാണ് വീണ്ടും ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. അന്നും പറഞ്ഞിരുന്നത് 1935-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഭൂരിപക്ഷം ഭാഗങ്ങളും ചേർന്നതാണ് ഇന്ത്യൻ ഭരണഘടന, അത് പാശ്ചാത്യമായിട്ടുള്ള ആശയങ്ങൾ ചേർന്നതാണ്, അതിൽ ഇന്ത്യൻ ആശയങ്ങളൊന്നും തന്നെ ഇല്ല എന്ന സംവാദം വീണ്ടും 2000 ആകുമ്പോഴേക്കും RSSന്റെ നേതൃത്വത്തിലുണ്ടാവുന്നു. അടുത്ത കാലത്ത് വിവേക് ഡിബ്രോയെ പോലെ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിൻ്റെ മേധാവിയായിരുന്ന ആൾ പോലും ഒരു പുതിയ ഭരണഘടന വേണമെന്ന നിലപാട് പറയുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പൂർണ്ണമായും ഭരണഘടന മാറ്റി എഴുതണമെന്നും ഈ ഭരണഘടനയെ പൂർണ്ണമായും തിരുത്തി എഴുതിയ ഒരു പുതിയ ഭരണഘടന വരണമെന്നും ആഗ്രഹിക്കുന്ന RSSും ഒപ്പം തന്നെ സംഘപരിവാറിൻ്റെയും ഫ്രിഞ്ച് എലമെൻറ്റുകളുടെ ഒരു സംഘപരിവാർ ഫാമിലിയുണ്ട്. എന്നാൽ രാഷ്ട്രീയ രൂപമായ BJP ഭരണഘടനയെ ഈ വെങ്കടചെല്ലയ്യ കമ്മീഷൻ ഒഴിച്ചു നിർത്തിയാൽ മാറ്റി എഴുതണം, പൂർണ്ണമായി മാറ്റി എഴുതണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന ആശയവും സോഷ്യലിസം എന്ന് പറയുന്ന ആശയവും അനാവശ്യ ആശയങ്ങളാണെന്നും അത് ഇക്കഴിഞ്ഞ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ പകുതിയോളം വരുന്ന MP-മാർക്ക് വിതരണം ചെയ്തിരിക്കുന്ന ഭരണഘടനയിൽ നിന്ന് ഈ 2 വാക്കുകളും ഇല്ലാത്ത 1950-ലെ ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പിയാണ് കൊടുത്തിരുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ കാലത്തും BJP സ്വീകരിച്ചിരുന്നത് ഒരു ദ്വിമുഖതന്ത്രമാണ്. സംഘപരിവാർ അനുകൂലികളെ കൊണ്ട് RSSനെ കൊണ്ട് ഭരണഘടനയെ തള്ളിപ്പറയുക, അതിനുശേഷം ഭരണഘടനയുടെ ആശയങ്ങളെ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി മാറ്റി എഴുതാൻ ശ്രമിക്കുക. അതാണ് യഥാർത്ഥത്തിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അംബേദ്കർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇക്കാര്യത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് അതാണ്. അംബേദ്കർ പറയുന്നു, ഈ ഭരണത്തിൻ്റെ ഘടനയും അതായത് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷനും ഫോം ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനും ഭരണഘടനയുടെ ഘടനയും ഇത് രണ്ടും ചേർന്നു പോകേണ്ടതുണ്ട് ജനാധിപത്യം പൂർണ്ണമായും പുലരണമെങ്കിൽ. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഭരണഘടനയുടെ ഘടന മാറ്റാതെ തന്നെ അതിൻ്റെ ആശയത്തെ കീഴ്മേൽ മറിക്കാൻ നമുക്ക് സാധിക്കും. എപ്പോഴാണത് സാധിക്കുക? ഭരണത്തിൻ്റെ ഘടനയെ അട്ടിമറിച്ചുകൊണ്ട്. അതെങ്ങനെയാണ് സാധ്യമാവുക? ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ സെപ്പറേഷൻ ഓഫ് പവർ പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും അതിൽ ലെജിസ്ലേച്ചർ അക്കൗണ്ടബിൾ ആയിട്ടുള്ളൊരു എക്സിക്യൂട്ടീവ് ഉണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലെജിസ്ലേച്ചറിനേക്കാൾ മുകളിലേക്ക് പോകുമ്പോൾ ഫോം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനെ ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് മറികടക്കുകയാണ്. മാത്രവുമല്ല, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ വളരെ കർശനമായി നമ്മൾ നിയന്ത്രിക്കുമ്പോൾ, UAP പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ, CA പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭരണഘടനയുടെ അന്തസ്സത്തെ ഭരണഘടനയെ തന്നെ മാറ്റാതെ ഭൂരിപക്ഷം കൊണ്ട് മാറ്റാൻ കഴിയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭരണത്തിൻ്റെ ഘടന കൊണ്ട്, ഭരണത്തിൻ്റെ രീതി കൊണ്ട് ഭരണഘടനയെ വളരെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയും
കഴിയുമെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് അതൊരു മതപരമായ ഭൂരിപക്ഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഭരണഘടനയുടെ മൊത്തത്തിലുള്ള ഘടനയൊന്നും മാറില്ല, പക്ഷേ അതിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് അംബേദ്കർ വന്നാലും ഭരണഘടനയെ മറികടക്കാൻ കഴിയില്ല? നമുക്ക് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത്, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ഇപ്പോൾ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ആ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന അടിസ്ഥാന തത്വങ്ങളെ മറികടന്നുകൊണ്ടൊരു നിയമം ഉണ്ടാക്കുക അസാധ്യമാണ് എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. പക്ഷേ ചാർ സൗബാറിനെ കുറിച്ച് അനന്ത്കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന BJP സിറ്റിംഗ് എംപി പറയുന്നത് എന്താണ്? നമുക്ക് 400 സീറ്റുകൾ കിട്ടിയെങ്കിൽ മാത്രമേ ഭരണഘടനയിലെ അനാവശ്യ വാക്കുകളായ മതേതരത്വവും സോഷ്യലിസവും നമുക്ക് എടുത്തു കളയാൻ കഴിയൂ. ഇന്നേ വരെ അനന്ത്കുമാർ ഹെഗ്ഡെ തള്ളി പറഞ്ഞിട്ടില്ല BJP. ഇന്നേ വരെ ഈ ഭരണഘടന മാറ്റി എഴുതണം എന്ന് പറയുന്ന RSSനെ തള്ളി പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഗയയിൽ നടത്തിയ പ്രസംഗമാണെങ്കിലും ഭരണഘടനയെ മാറ്റി എഴുതില്ല തങ്ങൾ എന്നുള്ളതും പകരം അതൊരു കോൺഗ്രസിന്റെ പ്രചരണ കെണിയാണ് എന്നുള്ള വാദവും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ ഒരു ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യ നിലനിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ കണക്കാക്കുന്നത്? ഇത് ആ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിന്മേൽ ഭരണകൂടം ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ നിയമനിർമ്മാണം വഴി പിടിമുറുക്കുന്നു. ഇപ്പോൾ ആർട്ടിക്കിൾ 370 വരുന്നു, ഫെഡറൽ തത്വം ഹനിക്കുന്നു. ഫിനാൻസ് കമ്മീഷന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഇടപെട്ടു എന്ന് പ്രധാനമന്ത്രിയുടെ തന്നെ നീതി ആയോഗിൻ്റെ CEO തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഭരണഘടനാ സ്ഥാപനമായ ഫിനാൻസ് കമ്മീഷനിൽ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡായിരിക്കുന്ന പ്രധാനമന്ത്രി ഇടപെടുന്നു. CAG റിപ്പോർട്ടുകൾ നമ്മൾ വെളിച്ചം കാണാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഭരണഘടനയിലെ തന്നെ പ്രധാനപ്പെട്ട ആശയങ്ങളെ ഭൂരിപക്ഷ രാഷ്ട്രീയം കൊണ്ട് മറികടക്കുകയും അങ്ങനെ വളരെ ഓംനിപൊട്ടൻ്റായ ഒരു എക്സിക്യൂട്ടീവിനെ സൃഷ്ടിക്കുകയും പാർലമെന്റ് സംവിധാനത്തെ പ്രസിഡൻഷ്യൽ ഫോർമാറ്റിലേക്ക് ഇൻ പ്രാക്ടീസ് യാഥാർത്ഥ്യത്തിൽ അങ്ങനെ പരിണമിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി എന്തിനാണ് ഭരണഘടന മാറ്റി എഴുതേണ്ടത്? ആ ഭരണഘടന മാറ്റി എഴുതാതെ തന്നെ ന്യൂനപക്ഷത്തെ അരക്ഷിതരാക്കി മാറ്റാൻ സാധിച്ചു. ഭൂരിപക്ഷ കൺസോളിഡേഷൻ നടന്നു. പ്രധാനമന്ത്രി തന്നെ ഒരു ക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠയ്ക്ക് വിശ്വഗുരുവായി പോവുകയും പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട പാർലമെന്റിലെ ചടങ്ങിൽ പൂജാരിമാർ വന്ന് പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതായത് മതേതരത്വത്തെ തന്നെ തലകീഴാക്കിയിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ BJP ഈ ഭരണഘടനയെ മുൻനിർത്തിയുള്ള പ്രചരണത്തിന്റെ തന്ത്രത്തിൽ നിന്ന് പിന്മാറി എന്ന് അർത്ഥമാക്കേണ്ട. RSSും BJPയും അതേ നിലപാടിൽ തന്നെയാണ്. RSS പറയുന്നത് പൂർണ്ണമായും പൊളിച്ചെഴുതണം എന്നുള്ളതാണ്. എന്നാൽ ഭരണഘടന പൊളിക്കാതെ അതിനുള്ളിൽ കയറി നമുക്ക് പൊളിക്കാൻ സാധിക്കുമെന്ന് BJP തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റവാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ മനുസ്മൃതിയെക്കുറിച്ചും നീതിസാരത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഭരണഘടന എന്താണ് പൗരന് ഉറപ്പ് നൽകുന്നത് എന്നതുകൂടി നമ്മൾ പറഞ്ഞു വെക്കണം. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്നാതമശ്വം ഗജം മത്തം ഋഷഭം കാമമോഹിതം എന്നാണല്ലോ. എന്നിട്ട് കൂടെ പറയുന്നുണ്ട് ശൂദ്രാക്ഷര സംയുക്തം ദൂരിതേ പരിവർജനയേൽ എന്ന് പറഞ്ഞാൽ ഈ കുളിച്ചിട്ട് വരുന്ന അശ്വത്തെ, കുതിരയെ കാണുമ്പോൾ, മത്തുപിടിച്ചിരിക്കുന്ന ആനയെ കാണുമ്പോൾ, കാമമോഹിതനായിരിക്കുന്ന കാളയെ കാണുമ്പോൾ, അക്ഷരം പിടിച്ച ശൂദ്രനെ കാണുമ്പോൾ ദൂരെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന നീതിസാരങ്ങളും മനുസ്മൃതികളും ഭരണഘടനയാക്കണം എന്ന് പറയുന്ന RSS ഭരണഘടനയ്ക്കെതിരായി നിൽക്കുന്നതിൻ്റെ കാരണം ഭരണഘടനയിൽ വ്യക്തിയുടെ അന്തസ്സ് സംരക്ഷിക്കണം എന്നതാണ് അതിൻ്റെ ലക്ഷ്യപ്രമേയമായി തന്നെ ആമുഖത്തിൽ പറയുന്നത്. അതുകൊണ്ട് വ്യക്തിയുടെ അന്തസ്സ് സംരക്ഷിക്കുന്ന ഒന്നിനെ മതത്തിൻ്റെ, ജാതിയുടെ, വർണ്ണാശ്രമങ്ങൾക്കൊക്കെ പുറത്തു നിന്നുകൊണ്ട് വ്യക്തിയുടെ അന്തസ്സിനെ സംരക്ഷിക്കാൻ പറയുന്ന ഭരണഘടനയെ സനാതനികൾക്ക് എന്നും ഭയമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആ ഭരണഘടന നിലനിർത്താനുള്ളൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രജയാവണോ പൗരനാവണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് BJP ഭരണഘടനയെ മുൻനിർത്തിയുള്ള പ്രചരണ തന്ത്രം മാറ്റിയിട്ടില്ല എന്നതാണ് എൻ്റെ നിലപാട്. ശരി, ഭരണഘടനയിൽ തന്ത്രം മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിയിരുന്ന പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടന മാറ്റി എഴുതില്ല എന്നും മാറ്റി എഴുതുന്നു എന്ന രീതിയിൽ, മാറ്റി എഴുതാൻ പോകുന്നു എന്ന രീതിയിൽ കോൺഗ്രസ് ഇവിടെ നുണ പ്രചരിപ്പിക്കുന്നു എന്നുമാണല്ലോ പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ടുള്ളത്. ഇത് തുടർച്ചയായി പല ഘട്ടങ്ങളിലായി അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ബീഹാറിൽ ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്നെപ്പോലെ ഒരു പിന്നാക്കക്കാരനെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിച്ച ഭരണഘടനയെ ഞാൻ ബഹുമാനിക്കുന്നു. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ OBC വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭരണഘടനാ ദിനത്തെ പോലും എതിർത്തവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം. അതേത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ഏപ്രിൽ 14 അദ്ദേഹത്തിന്റെ പ്രസംഗം മധ്യപ്രദേശിലെ ഹോഷൻഗാബാദിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അംബേദ്കറിനെ അപമാനിക്കാനാണ് കോൺഗ്രസ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്, എന്നും ആദരിച്ചത് BJP മാത്രമാണ്. ഏപ്രിൽ 12 രാജസ്ഥാനിലെ ബാമറിൽ ഭരണഘടനയെപ്പറ്റി പ്രധാനമന്ത്രി ദീർഘമായി തന്നെ പ്രസംഗിച്ചു. BJPക്ക് ഭരണഘടന എന്നാൽ രാമായണവും മഹാഭാരതവും ബൈബിളും
ഖുറാനും ഒക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അംബേദ്കർ വിചാരിച്ചാൽ പോലും തിരുത്താൻ കഴിയാത്ത ഭരണഘടന എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ RSS കുറച്ച് കർശനമായി ഭരണഘടന വിരുദ്ധരാവുകയും അപ്പുറത്ത് അതിൽ വെള്ളം ചേർത്തുകൊണ്ട് കുറച്ചു കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം BJPക്കില്ല. പക്ഷേ പുറത്തേക്ക് പറയുന്നതിൽ കാര്യങ്ങൾ മാറുന്നു എന്നിടത്താണ് വ്യത്യാസം വരുന്നത്. മോദി ഭരണഘടനയെക്കുറിച്ച് പറയുന്നു, അംബേദ്കർ വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർ മാറ്റിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇതിനകം തന്നെ. ഇന്ത്യയിൽ പൗരനാകുന്നതിന് മതം ഒരു ഘടകം ആകില്ല എന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുമ്പോഴാണ് പൗരത്വ ഭേദഗതിയിലൂടെ അത് മാറ്റാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അട്ടിമറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ മതവും രാഷ്ട്രീയവും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഭരണഘടനാ മൂല്യം ഇതുവരെ പാലിക്കപ്പെട്ടപ്പോൾ അതങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി എന്താണ് അയോധ്യയിലെ പൂജാരിയായി, അത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി പൂജാരിയായിരിക്കുന്നു. പള്ളി പൊളിച്ച സ്ഥലത്തെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി പോയിരിക്കുകയാണ്. അപ്പോൾ ഭരണഘടനയെ എത്രത്തോളം ആദരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മോദി അങ്ങനെ ഒരു പൂജാരിയായി അവിടെ പോകുന്നത്? RSSകാരനായതുകൊണ്ടാണ് അല്ലേ? RSSന്റെ സമീപനമാണത്. അപ്പോൾ RSSന്റെ നിലപാടാണത്. RSSനെ സംബന്ധിച്ച് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഓർഗനൈസറിൽ എഴുതിയ ലേഖനം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയ്ക്ക് അംബേദ്കറിൻ്റെ ഭരണഘടനയ്ക്ക് പാശ്ചാത്യ രൂപമാണ് എന്ന് പറയുകയും ഇവിടെ മനുസ്മൃതിയാണ് നടപ്പാക്കേണ്ടതെന്നും പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ RSSനെ നിരോധിച്ചപ്പോൾ RSSനെ തിരിച്ച് ആ നിരോധനം മാറ്റുന്നതിനെ പറഞ്ഞിരിക്കുന്ന ഉപാധിയായി അംഗീകരിച്ചത് എന്താണ്? ദേശീയ പതാകയും ഭരണഘടനയും അംഗീകരിച്ചു കൊള്ളാമെന്നുള്ള ഉപാധിയിലാണ് തിരിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിപ്പോൾ പറയുന്നത് ഇവിടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രൂപത്തിൽ ദളിത് വിഭാഗം ഒരു ദൈവമായി തന്നെ കാണുന്ന അംബേദ്കറിൻ്റെ ഭരണഘടന ഇവിടെ മാറ്റി എഴുതാൻ പോകുന്നു, നമ്മുടെ ജീവിതം അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു വ്യാപകമായൊരു തോന്നൽ അതിശക്തമായിട്ടുണ്ട്. അത് കൃത്യമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നുമുണ്ട്. രാഹുലിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി മതേതരത്വം ഇല്ലാതാകുന്നു, ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സർവേയിലേക്ക് കൂടി പോകേണ്ടത്. ആ സർവേയിൽ 79% പേരും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പമാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എന്നതിന് പിന്തുണ 80%. നോക്കൂ, ആ 80% എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികളാണ്. അപ്പുറത്ത് ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന് അഭിപ്രായപ്പെടുന്നത് വെറും 10%. അപ്പോൾ ഇവർ വിഭാവനം ചെയ്യുന്ന ഒരു ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രായോഗികമായ സമീപനമാണ്. ഇതൊരു തന്ത്രമാണ്. ആ തന്ത്രം ഇനി ആവർത്തിച്ച് പയറ്റുകയും ചെയ്യുന്നു. ഇവിടെ കോൺഗ്രസ് നുണ പറയുന്നു, ആവർത്തിച്ച് നുണ പറയുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ എത്ര BJP MPമാർ ഈ ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു എന്നുള്ള കാര്യം പ്രസംഗിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ മുന്നിൽ പേരുകളുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഈ രൂപത്തിൽ പ്രതികരിച്ച നേതാക്കളുണ്ട്. കർണാടകയിൽ ആനന്ദ് കുമാർ ഹെഗ്ഡെ, മീററ്റ് സ്ഥാനാർത്ഥി അരുൺ ഗോവിൽ എന്ന് വെച്ചാൽ പഴയ ശ്രീരാമൻ, രാമായണത്തിലെ ശ്രീരാമൻ, പിന്നെ നഗോർ സ്ഥാനാർത്ഥി ജ്യോതി മിർധ, ഫൈസാബാദ് സ്ഥാനാർത്ഥി ലല്ലു സിംഗ്, ഇവരൊക്കെ പ്രസംഗിച്ചതാണ് ഈ ഭരണഘടന നമ്മൾക്ക് മാറ്റി എഴുതാൻ വേണ്ടി നമ്മൾ വിജയിക്കണമെന്ന്. ഈ 400 പാർ എന്ന് പറയുന്നത് എന്തിനാണ്? 400 പാർ പറയുന്നത് ന്യൂനപക്ഷത്തെ രണ്ടാംകിട പൗരന്മാരാക്കാനുള്ള ഭൂരിപക്ഷം നമുക്ക് വേണം, നമ്മൾ മുകളിലേക്ക് വരണം, നമ്മൾ ഭൂരിപക്ഷമാകണം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ്. അപ്പോൾ അതാണ് ആവർത്തിച്ചുകൊണ്ട് പല MPമാരും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. BJPയുടെ MPമാരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് അല്ല നുണ പറഞ്ഞിട്ടുള്ളത്, BJP ആണ് നുണ പറയുന്നത്, പ്രധാനമന്ത്രിയാണ് നുണ പറയുന്നത്. ആ നുണ പറഞ്ഞിട്ട് അപ്പുറത്താണ് നുണ പറയുമ്പോൾ ഇവിടെ കിടക്കുകയാണ്. ഈ പറഞ്ഞ നേതാക്കൾക്കെതിരെ, ഈ MPമാർക്കെതിരെ ഭരണഘടനാ വിരുദ്ധമായ സമീപനത്തിന് എന്ത് നടപടി എടുത്തിരിക്കുന്നു? ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ. ഇതിൽ പലരും സ്ഥാനാർത്ഥികളാണല്ലോ. അപ്പോൾ ദളിത് വിഭാഗത്തിനും അതിപിന്നാക്ക വിഭാഗത്തിനും ഉണ്ടായിരിക്കുന്ന ആശങ്ക പ്രതിപക്ഷത്തിന് വോട്ടാക്കി മാറും എന്നുള്ള ഒരു തോന്നലിൽ നിന്ന്, ഭയത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ പ്രതികരണമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇതിനപ്പുറത്തേക്കുള്ള പ്ലാനുകളും എന്തായാലും BJPക്കുണ്ട്. അത് നേരത്തെ പറഞ്ഞിട്ടുമുള്ളതാണ്. അപ്പോൾ RSSും BJPയും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തന്ത്രം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്ത്രം മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇനിയും മാറിയും മറിഞ്ഞും തന്ത്രം വരാം. കാരണം മട്ടൻ കറിയും മീനും പറഞ്ഞ ശേഷമാണ് പെട്ടെന്ന് ഭരണഘടനയിലേക്ക് വന്നത്. അപ്പോൾ ഈ അടുത്ത ഘട്ടത്തിൽ വീണ്ടും തീവ്ര നിലപാടിലേക്ക്, അതായത് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ സ്ഥലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അവിടുത്തെ ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ രൂപത്തിലാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് മട്ടൻ കറി പറഞ്ഞില്ലല്ലോ, ഇവിടെ വന്നിട്ട് മീൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഏത് രൂപത്തിൽ വോട്ട് പിടിക്കാമെന്നുള്ള ഒരു ആലോചന നടത്തുന്നുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ച് അവരിൽ നിന്ന് പ്രതിപക്ഷം പഠിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ കാര്യങ്ങൾ മാറി മറിയുന്നു, എവിടെയാണ് നമുക്ക് പിന്നാക്കം പോകേണ്ടി വരുന്നതെന്ന് കണ്ടറിഞ്ഞൊരു വളരെ വേഗത്തിൽ അല്ലേ, സ്ട്രാറ്റജി അങ്ങനെയാണ്, വളരെ വേഗത്തിൽ അതിനെ മറികടക്കാനുള്ള ആലോചനകൾ നടത്തും. ആ കാര്യത്തിൽ പ്രതിപക്ഷം കണ്ടു പഠിക്കേണ്ടതാണ്.
തന്ത്രം മാറ്റി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ അരുൺ പറഞ്ഞ കാര്യത്തിനോടുള്ള എൻ്റെ ഒരു അഭിപ്രായം കൂടി ഒരു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അരുൺ അത് വളരെ കൃത്യമായ വസ്തുതയാണ് പറഞ്ഞത്. അതായത് RSS ഒരിക്കലും അവരുടെ ഐഡിയോളജിയിൽ, അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതെ. ഇത് മാത്രമല്ല, RSS വളരെ നിശബ്ദമായി രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. നിങ്ങൾക്ക് RSSൻ്റെ ഒരു വക്താവ് വന്നിരുന്ന് മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അഭിപ്രായം പറയുന്നതോ ഒന്നും കാണാൻ കഴിയില്ല. RSSൻ്റെ ഒരു പ്രവർത്തന രീതി അതല്ല. അവർ വളരെ നിശബ്ദമായി അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് എപ്പോഴും ലോങ് ടേം പ്രോജക്റ്റുകളാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല പദ്ധതികളാണ്. അപ്പോൾ ആ ദീർഘകാല പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ആശയവുമായി തന്നെ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അർത്ഥത്തിൽ അരുൺ പറയുന്നത് പൂർണ്ണമായും വസ്തുതയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല RSS. കാരണം വെച്ചാൽ അത് അരുൺ വിശദീകരിച്ചതുപോലെ തന്നെ അതൊരു കൊളോണിയൽ സ്വഭാവത്തിലുള്ള ഭരണഘടനയാണെന്നും ഇന്ത്യയുടേത് വ്യത്യസ്തമായ ഒരു സംസ്കാരമാണെന്നും ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് നമുക്കുണ്ടാവേണ്ടതെന്നും വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് RSSൻ്റെത്. അവിടെ യാതൊരു വിട്ടുവീഴ്ചയും RSS ചെയ്യില്ല. എന്നാൽ RSSൻ്റെ രാഷ്ട്രീയ മുഖമായ BJPക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റേണ്ടി വരും. ആ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഭരണഘടന എന്ന് പറയുന്ന പ്രശ്നത്തെ വലിയൊരു സേക്രഡ് ഡോക്യുമെൻ്റ് ആയിട്ട് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത്. അത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്? ഡോക്ടർ അംബേദ്കറിനാണ്. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തൊക്കെ ഒരുപാട് അംഗങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇന്നും ഭരണഘടനാ ശില്പി എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളെന്ന് പറയുന്നത് പിന്നെ ഡോക്ടർ അംബേദ്കറാണ്. ആ അംബേദ്കർ ആരുടെ പോരാളിയാണ്? ആ അംബേദ്കർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പിന്നോക്ക, അതിപിന്നോക്ക, ദളിത് വിഭാഗങ്ങളുടെ പ്രതിനിധിയായി നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയെ അട്ടിമറിക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്ന് വന്നാൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചാരണം ശക്തിപ്പെട്ടാൽ, അത് നിശ്ചയമായും BJPയുടെ വോട്ട് ബാങ്കിനെ അട്ടിമറിക്കും. കാരണം ഉത്തർപ്രദേശിൽ, ബീഹാറിൽ, മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ ഈ ദളിത് പിന്നാക്ക വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ചെറിയൊരു വോട്ട് ബാങ്ക് അല്ല. ആ വോട്ട് ബാങ്കാണ് BJP എത്തിക്കുന്നതും BJPയെ പുറത്താക്കുന്നതും മറ്റു പാർട്ടികളെ അധികാരത്തിലെത്തിക്കുന്നതും. അപ്പോൾ ആ വോട്ട് ബാങ്കിനെ വ്രണപ്പെടുത്തുന്നതൊന്നും സംഭവിച്ചുകൂടാ എന്നൊരു ബോധ്യത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു, BJP എത്തിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ഭരണഘടനയാണ് തുല്യനീതി വിളംബരം ചെയ്യുന്നത്. നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും തുല്യനീതി ഉറപ്പാക്കണമെന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുന്ന ഒരു ഭരണഘടനയാണ്. ആ തുല്യനീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ പിന്നാക്ക വിഭാഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. അവർക്ക് തൊഴിൽ സംവരണം വേണം. അവർക്ക് മുന്നോക്ക സമുദായങ്ങൾ മുഖ്യധാരയിൽ വലിയ ശക്തമായി നിൽക്കുമ്പോൾ അവരോടൊപ്പം എത്തിച്ചേരാൻ കഴിയുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള, തൊഴിൽപരമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, സാമുദായികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാകണമെങ്കിൽ ഈ ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി ഉറപ്പാക്കപ്പെടണം. അപ്പോൾ ആ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു എന്ന് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഉത്തരേന്ത്യയിലെ വോട്ടർമാരെയൊക്കെ അങ്ങ് വെറും രാമഭക്തന്മാരായിട്ടും ഹനുമൻ ഭക്തന്മാരായിട്ടും ഒന്നും അങ്ങ് എഴുതി തള്ളണ്ട. കാരണം അവർ ഇന്ത്യയുടെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടനേകം ചരിത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഭാഗത്തെ ഇപ്പോൾ പിണക്കിക്കൂടാ, അലോസരപ്പെടുത്തിക്കൂടാ എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതാ രാമായണം പോലെ, ഭഗവത്ഗീത പോലെ അതിവിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ഞങ്ങളിപ്പോൾ ഈ സ്കൂൾ കുട്ടികളെ ഇതിൻ്റെ പ്രിയാമ്പിൾ പഠിപ്പിക്കാൻ പോകുകയാണെന്ന് കൂടി പ്രഖ്യാപിച്ചു നരേന്ദ്രമോദി. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഈ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എലീറ്റ് ക്ലാസിൻ്റെ മുമ്പിൽ പോയി നല്ല ഈ പ്രസംഗം നടത്തിയതെന്നേ. അത് മദ്രാസിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ ഡൽഹിയിലോ ഈ പറയുന്ന ബുദ്ധിജീവികളും പണ്ഡിതന്മാരും ഇരിക്കുന്ന ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കും എന്നല്ല നരേന്ദ്രമോദി പറഞ്ഞത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ മുമ്പിൽ പോയിട്ടാണ് ഇത് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ആശങ്ക രൂപപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ ആശങ്ക അവർക്കിടയിൽ ഉണ്ടാക്കാൻ പാകത്തിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ BJPയുടെ പ്രതിയോഗികൾ പ്രവർത്തിച്ചത് വർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പിന്നെ മോഡിക്ക് ബോധ്യമുണ്ട്, BJPക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഭരണഘടന സേക്രഡായ ഒരു ഡോക്യുമെൻ്റായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ ഒരു സംശയവും വേണ്ട, 3-2 ഭൂരിപക്ഷം BJPക്ക് കിട്ടുകയും അത് 2 സഭകളിലും അവർക്ക് എന്തും മാറ്റി എഴുതാൻ പറ്റുന്നൊരു ശക്തി ലഭിക്കുകയും ചെയ്താൽ ഒന്നൊന്നായിട്ട് അത് മാറ്റി എഴുതപ്പെടുമെന്ന കാര്യത്തിലുള്ള തർക്കവും വേണ്ട. കാരണം അത് RSSൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. RSSൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് അണുവിട മാറാൻ സംഘപരിവാറിലെ ഒരു സംഘടനയും അവർ അനുവദിക്കത്തില്ല. നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വെങ്കടചെല്ലയ്യ കമ്മീഷനൊക്കെ വന്നപ്പം അക്കാലത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1998 അധികാരത്തിൽ വന്ന BJP ഒരു മുന്നണിയായിട്ടാണ് അധികാരത്തിൽ വരുന്നത്, അല്ലേ? NDA എന്ന് പറയുന്ന മുന്നണി രൂപപ്പെടുന്നത് 98 ആ അധികാരത്തിൽ വരുമ്പോൾ തന്നെ അവർ ആദ്യം പ്രഖ്യാപിച്ചത് എന്താണെന്നറിയാമോ? ദർ ആർ 3 കണ്ടൻഷ്യസ് ഇഷ്യൂസ്. 3 വിവാദ വിഷയങ്ങളുണ്ട്. 1 അയോധ്യ, 2 ആർട്ടിക്കിൾ 370, 3 ഏക സിവിൽ കോഡ്. ഈ 3 കാര്യങ്ങളിലും ഈ സർക്കാർ ഒരു തീരുമാനം എടുക്കില്ല.
എന്ന ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെക്ക് നിന്ന് ADMK മുതൽ അങ്ങ് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികളെല്ലാം കൂടി വാജ്പേയിയെ പിന്തുണയ്ക്കുകയും അങ്ങനെ അവർ 98-ൽ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്ത് 2004 ആ സർക്കാർ പോകുന്നതിനൊരു കാരണമുണ്ട്. അത് തോറ്റുപോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. ഗോവധം നടപ്പാക്കാനായിട്ട് RSSന്റെ സമ്മർദ്ദത്തിൽ ഗോവധത്തിനെതിരായിട്ട് ഒരു നിയമം പാസ്സാക്കാൻ പാർലമെന്റിൽ വാജ്പേയി ശ്രമിച്ചു. അത് RSSന്റെ നിർബന്ധത്തെ തുടർന്നാണ് ശ്രമിച്ചത്. പക്ഷേ എന്താ സംഭവിച്ചത്? DMK ആണെന്ന് ആ സർക്കാരിനെ പിന്തുണച്ചിരുന്നത്. DMK ശക്തമായി പാർലമെന്റിൽ അതിനെ എതിർത്തു. കരുണാനിധി ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഗോവധം നിരോധന നിയമം ഈ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ ഹിന്ദുത്വ അജണ്ടയാണ് എതിർത്തത്. ആ എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ DMK ആ മുന്നണി വിട്ടു. ചെറിയ സീറ്റൊന്നുമല്ല തെക്കേന്ത്യയിൽ DMKക്ക് അന്ന് കിട്ടിയത്. തൂത്തുവാരി തമിഴ്നാട് ജയിച്ചു. അതായിരുന്നു ഒരു ശക്തി. ഏതാ UPയുടെ വലിയ ശക്തിയായിട്ട് DMK മാറി. ഏറ്റവും വലിയ പോർട്ട്ഫോളിയോസ് DMKക്കാണ് കിട്ടിയത്, ടെലികോം അടക്കമുള്ള പോർട്ട്ഫോളിയോസ്. പിന്നെ അതിന് ഈ 2G സ്പെക്ട്രം അടക്കമുള്ള അഴിമതിയിലൊക്കെ പെട്ടുപോയി. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഏത് അവസരം കിട്ടുമ്പോഴും ഭരണഘടനയിലെ കാര്യങ്ങളൊക്കെ ഹിന്ദുത്വ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നവർ തന്നെയാണ്. ഇപ്പോൾ ഒരു പുതിയ ഭരണഘടനാ വിശ്വാസമൊന്നും രൂപപ്പെട്ടിട്ടില്ല. അടിസ്ഥാനപരമായി ഈ പറയുന്ന അതിപിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ആശങ്ക, ആ ആശങ്ക ദൂരീകരിക്കേണ്ടത് അടിയന്തരമായ ആവശ്യമാണെന്നും ഇല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഗയയിലെ സാധാരണ മനുഷ്യന്മാർക്ക് മുമ്പിൽ പോയി നിന്ന് നരേന്ദ്രമോദി ഞങ്ങളിതാ ഈ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു, അത് അംബേദ്കർ വന്നാലും തിരുത്തി എഴുതാൻ കഴിയാത്തൊരു കാര്യമാണെന്നുള്ള ഉറപ്പ് നൽകുന്നത്. ശരി, ഭരണഘടനയിൽ തന്ത്രം മാറ്റുമോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 1. നോ എന്നുള്ള 1ലും നിലപാടൊക്കെ നമ്മളോട് യോജിക്കുന്നത് തന്നെയാണ് അല്ലേ? പക്ഷെ സാങ്കേതികമായ ചില കാര്യങ്ങൾ മാത്രമാണ് വ്യത്യാസപ്പെടുന്നത്. ശരി, അതെ, ഇടവേളയിലേക്ക്. നേരെ കൊടുത്തോ. Meet the editors.